കുറേ നാൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അതിപ്പോൾ സത്യമാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ? അതൊരു വലിയ തട്ടിപ്പ് തന്നെയാണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. വേറെ ഒന്നുമല്ല, അതായത് കുറേ യൂട്യൂബർമാരും അതുപോലെ തന്നെ സെലിബ്രിറ്റി എന്ന് സ്വയം അവകാശപ്പെട്ട് നടക്കുന്ന കുറേ ടീമുകൾ വന്നിട്ട് അസ്സലാമു അലൈക്കും, നിങ്ങൾക്ക് നല്ലൊരു വീട് കിട്ടുന്നതാണ്, വെറും 1000 രൂപ മുടക്കിയാൽ മതി. ഈ പയ്യന് ഇതാ ക്യാൻസർ വന്നതാണ്, ഇവൻ ഒരുപാട് കടങ്ങളുണ്ട്, ഇവന്റെ കടം വീട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കടുങ്കൈ ചെയ്യുന്നത്, ഈ എൻ്റെ പൊന്ന് മാണിക്കക്കല്ല് കുഞ്ഞാളെ എന്നെല്ലാം പറഞ്ഞിട്ട് ഓരോരുത്തന്മാർ വന്നിട്ട് കളിക്കുന്ന കളി നിങ്ങൾ കണ്ടതല്ലേ? അതായത് ഒരു 1000 രൂപ നിങ്ങൾ മുടക്കുകയാണെങ്കിൽ ഈ 2 നില വീട് നിങ്ങൾക്ക് കിട്ടും, അതുപോലെ തന്നെ 3-4 കാറുകൾ കാണിക്കും, ആ കാറുകൾ നിങ്ങൾക്ക് കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ സ്കൂട്ടറുകളുണ്ട്, അതും നിങ്ങൾക്ക് കിട്ടും എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഇന്നലത്തെ ഒരു നറുക്കെടുപ്പാണ് കാണിക്കുന്നത്. അതായത് കുറേ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട്, അതിൻ്റെ അടിയിൽ ഇങ്ങനെ തപ്പുകയാണ്. ഇവർ വെച്ചിരിക്കുന്ന പേപ്പർ അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അടിയിൽ. എന്നിട്ട് ഇങ്ങനെ തപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് ആ തപ്പിയെടുക്കുന്നവന് സമ്മാനം കൊടുക്കുമ്പോഴേക്ക് അവൻ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ട് താനും. അവൻ്റെ പേര് വിളിച്ചു, എന്തോ ഒരു പേര് വിളിച്ചു. അപ്പോൾ തന്നെ അവൻ പറഞ്ഞു ഇവിടെ ഹാജരുണ്ടെന്ന്. അപ്പോൾ അത് ഇന്നാ മോനെ സമ്മാനം, ഇതാണ് ഇവരുടെ സമ്മാന കൂപ്പൺ. അപ്പോൾ ഇവരൊക്കെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രവാസിയാണ്. പ്രവാസ ലോകത്ത് വെച്ചിട്ട് ഒരുപാട് കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രവാസിയായിരുന്നു കുറേ നാള്, ഇപ്പോഴേ ക്യാൻസറാണ്, അതുപോലെ മറ്റുള്ളവർക്ക് രോഗമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ സിമ്പതി നേടിക്കൊണ്ടാണ് ഇവരൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ ആരെങ്കിലും പ്രതികരിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വന്നിട്ട് അവനെ അറ്റാക്ക് ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എടാ അവന് രോഗം വന്നത് നീ കണ്ടില്ലടാ എന്നെല്ലാം പറഞ്ഞിട്ട് അവനെ അങ്ങ് അറ്റാക്ക് ചെയ്ത് ഇല്ലാതാക്കും. അങ്ങനെ എല്ലാവരുടെയും വായ തുന്നിക്കെട്ടിയിട്ടാണ് ഇവരുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിലിത് വൈറലാകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുഞ്ഞാനേട്ടൻ ഈനടുക്കൊരു നറുക്കെടുക്കുന്നതാണ്. ഈ നറുക്കെടുക്കുന്നത് ആരോ വീഡിയോയിൽ പിടിച്ചു, ഇവരെ ആൾക്കാരല്ലാന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുഞ്ഞാൻ ഇങ്ങനെ പശുവിന് വെള്ളോട്ട് അളക്കുന്ന പോലെ ഇങ്ങനെ വെള്ളോട്ട് അളക്കല. കാരണം എന്താണ്, ഇതിന്റെ അടിയിലാണ് ഇത് ഒട്ടിച്ചു വെച്ചിരിക്കുന്നത്. അതായത് ഈ പേരുകാരന് മാത്രമേ ഈ വീട് കൊടുക്കാൻ പാടുള്ളൂ. അത് ഇവരുടെ ആൾക്കാർ തന്നെയായിരിക്കും, അത് വേറെ ആൾക്കാരൊന്നും ആയിരിക്കൂല. അപ്പൊ ഞാൻ 2 മാസം മുമ്പേ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് പാവപ്പെട്ടവര് നമ്മുടെ ഇടയിലുണ്ട്, അവർക്കൊന്നും വീടില്ല, അപ്പൊ എല്ലാവർക്കും ഒരു വീട് വേണം എന്നുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും ഇതുപോലുള്ള വ്ളോഗർമാർ വന്നിട്ട് ഇതുപോലുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. ആ വീഡിയോ കണ്ടപാട് ഈ വീട്ടമ്മ പറഞ്ഞ വിചാരിക്കും 1000 ഉറുപ്പ്യല്ലേ ഉള്ളൂ, ഒരു കാര്യം ചെയ്യും 1500 ഉറുപ്പ്യല്ലേ ഉള്ളൂ, കിട്ടിയാ കിട്ടി പോയാ പോയി എന്ന് പറയുന്ന പോലെ ഇവരെന്ത് ചെയ്തു, അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഗൂഗിൾ പേ നമ്പർ ഞെക്കിയിട്ട് ആ ടിക്കറ്റ് എടുക്കുകയാണ്. ചില ആൾക്കാർ 10 ടിക്കറ്റിൽ എടുക്കാറുണ്ട്, കാരണം കിട്ടിയ ഒരു വീടല്ലേ. അതാണ് പറയുന്നത്, എൻ്റെ പൊന്നു മക്കളെ, ഇതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ഇതൊക്കെ ഏറ്റവും വലിയൊരു തട്ടിപ്പ് തന്നെയാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ നിങ്ങളൊക്കെ കരുതുന്നത് പോലെ ഈ ആൾക്കാർക്ക് വെച്ചും ഈ വീടും കാര്യങ്ങളും കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇതിനിടയ്ക്ക് ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മുടെ നാട്ടിലൊരു പ്രശസ്തമായ ഒരു ഇലക്ട്രോണിക് ഷോറൂം, അവിടെ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് 5 കാറുകളാണ് കൊടുക്കുന്നത്, ഒരു സ്ഥലത്ത് 10 കാറുകളാണ് കൊടുക്കുന്നത്. ഇതിൻ്റെയൊക്കെ വില കൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു, എൻ്റെ പൊന്നു മക്കൾ, ഇത് വാങ്ങിക്കാൻ തന്നെ കോടികൾ വേണം. എന്നാൽ പിന്നെ ഇവറ്റകൾക്കൊരു കാര്യം ചെയ്തുകൂടെ, ഈ കോടികൾ ഡിസ്കൗണ്ട് ആക്കിയിട്ട് ജനങ്ങളോട് പറയുക, അതായത് 10,000 ഉള്ള TV-ക്ക് 7,000-ന് നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞൂടെ? അത് കൊടുക്കത്തില്ല. കാരണം എന്താണ്, ഈ കാറുകളൊന്നും ഒരുത്തനും കിട്ടിയതായിട്ടുള്ള ഒരു രേഖയില്ല. ഇത് എപ്പോഴാണ് നറുക്കെടുപ്പ്, അതിൻ്റെ അകത്ത് ഉണ്ടാവും 28/5/2025, ഇല്ലെങ്കിൽ 30/5/2025, ഇങ്ങനെയൊക്കെ ഇതൊക്കെ ഉണ്ടാകും. പക്ഷെ അവിടെ നറുക്കെടുപ്പുണ്ടോ, ഇത് ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ, ഇത് പിന്നീട് പേപ്പറിൽ വരുന്നുണ്ടോ, ഇതൊന്നും നമുക്കറിയില്ല. കാരണം എന്താണ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. എല്ലാവരെയും പറ്റിക്കുകയാണ്, പച്ചക്ക് പറ്റിക്കുകയാണ്. മലയാളികളാണെങ്കിൽ ഇതാ വന്ന് പറ്റിച്ചോ മക്കളെ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വന്ന് നിൽക്കുകയ്യ. കാരണം എന്താ വെച്ചാൽ ആട് മാഞ്ചിയം തേക്കും മുതൽ അങ്ങനെ ഇങ്ങോട്ട് വരുന്നുണ്ട്. ഏത് കാലത്തായി കഴിഞ്ഞാലും ഇപ്പോഴെന്ത് പറയുന്നത്, ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ട് നമ്മളൊരു സ്വർണ്ണ മുതലാളി വരെ എല്ലാ വീട്ടമ്മമാരെയും പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുകയാണ് പറ്റിച്ചോ എന്ന് പറഞ്ഞിട്ട്. എന്താണെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞാൽ ഒരു 2,000 ഉറുപ്പ്യയിലേ പോകുള്ളൂ. പക്ഷെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്, ഈ 2,000 ഉറുപ്പ്യ ഇല്ല 1000 ഉറുപ്പ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50,000 മുതൽ 1,00,000 ടിക്കറ്റ് വരെയാണ് ഇവർ വിൽക്കുന്നത്. അപ്പോൾ ഇവരുടെ ഈ ദണ്ഡ്യാരപ്പാട് കണ്ടിട്ട് ഈ പ്രവാസികളെല്ലാം പറയുന്നൊരു കാര്യമുണ്ട്, എൻ്റെ പൊന്നു കേട്ടാ, എനിക്ക് സമ്മാനം കിട്ടിക്കഴിഞ്ഞാൽ വീട് ഞാൻ അങ്ങോട്ട് തന്നെ എഴുതി തരും, എന്നാലും എനിക്കൊരു 5 ടിക്കറ്റ് തന്നോളൂ, ആ കടമ്പ് ഇടാൻ വേണ്ടി ഞാനും ഒരു നിമിത്തമാകട്ടെ എന്ന്. ശരിക്കും പറഞ്ഞ് നിങ്ങളെന്നാ വിചാരിക്കുന്നത് ഇത് ഒറിജിനലാന്നാ? ഇത് ഒറിജിനലൊന്നുമല്ല, ഇത് അവരാൾക്കാർ തന്നെയാണ് വന്നിട്ട് ഈ സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഡിയാക്കി വിടുന്നത്. ഇതുപോലെയുള്ള കമൻറ്റുകൾ ഇപ്പം ഞാൻ പോയിട്ട് അതിൻ്റെ അകത്തൊരു കമൻറ്റ് എഴുതി കഴിഞ്ഞാൽ നിമിഷം അവന്മാർ ചൊട്ടിയിട്ട് ദൂരെ എറിയും. അതായത് ഒരാളെ പോലും അത് കാണാൻ വെക്കൂല. അതായത് അവർക്ക് ഇഷ്ടമുള്ള കമൻറ്റ് മാത്രമേ അവർ ഇതിൻ്റെയൊക്കെ അടിയിൽ വെക്കത്തുള്ളൂ. ഞാനിത് എത്ര കാലമായി പറയുന്നതെന്നറിയാം, ഇത് തട്ടിപ്പാണ് മക്കളെ, തട്ടിപ്പാണ്. അതായത് നിങ്ങൾ ഈ 1000 രൂപേൻ്റെ വീട് മോഹിച്ചിട്ട് ഇങ്ങനെ നിൽക്കരുത്. കാരണം ഒരിക്കലും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ
അധ്വാനിച്ച് പൈസ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും എന്നല്ലാതെ ഈ മാണിക്കക്കല്ല് പുകിലാളോ ഇല്ലേ അസ്സലാമു അലൈക്കോ ഇതൊന്നും പറഞ്ഞാലൊന്നും വീട് കിട്ടത്തില്ല. ഞാൻ ഇത് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ പരമാവധി നിന്നാണ് ഗൾഫുകാരെന്ന് ഇവർ കൊള്ളയടിക്കാൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ഈ ഇങ്ങനെയുള്ള വീഡിയോസ് ചെയ്യുമ്പോൾ ഭയങ്കര ദീനീബോധത്തോടു കൂടിയാണ് ചെയ്യുന്നത്. പക്ഷേ പറ്റിക്കുക തന്നെയാണ് ചെയ്യുന്നത്. അതാണ് ഞാൻ പറയുന്നത്, ഇവർ നല്ല രീതിയിൽ പറ്റിക്കുന്നുണ്ട്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എല്ലാവരും പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഇത് ഒരു മതത്തിലൊന്നല്ല. അതായത് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ നമ്മളെ കുഞ്ഞാനമ്മനാട്ടിനെ കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ, അതുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇത് കുറേ ആൾക്കാർ ഇതുപോലെയുള്ള ഈ ഒരു ലോട്ടറിയും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട് ഇപ്പോഴേ. അതായത് പ്രവാസ ലോകത്ത് നിന്നും കൊറോണ കാലത്ത് എനിക്ക് കടം വന്നു, എൻ്റെ ബിസിനസ് പൊളിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഞാൻ പറയുകയാണ്, ഇതിൻ്റെ പുറകിൽ അന്വേഷിച്ച് പോയി കഴിഞ്ഞാൽ ഒരു വലിയ തട്ടിപ്പ് സംഘമുണ്ടാകും, ഇല്ലെങ്കിൽ ഒരു വലിയ റിയൽ എസ്റ്റേറ്റ് കമ്പനി തട്ടിപ്പ് സംഘമുണ്ടാകും. അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഏതെങ്കിലും ഒരു വീടെടുത്തിട്ട് ഒരു 10-25 ലക്ഷം രൂപയുടെ വീടായിരിക്കും. പക്ഷേ ഇവർ ആ വീടിനെ കൊണ്ടുണ്ടാക്കുന്നത് 2 കോടി രൂപയോളമാണ്. ഈ 2 കോടി രൂപ ഇവർ വാങ്ങിച്ചിട്ട് ഇവർക്ക് ഇഷ്ടമുള്ള ഒരാൾക്ക് ഈ സമ്മാനം കൊടുക്കുകയാണ്. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അവിടെയും നഷ്ടമില്ല. ഇനി അഥവാ ഈ സമ്മാനം കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്കൊരു കുഴപ്പവുമില്ല. ഈ കിട്ടുന്നവന് 1000 രൂപക്ക് കിട്ടുന്നത് 25 ലക്ഷത്തിൻ്റെ വീടാണ്. അപ്പോൾ ഇവർക്ക് കിട്ടുന്നത് എത്രയാണ്? 2 കോടി രൂപയോളമാണ്. അതിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപയാണ് ഈ പരസ്യം പറയുന്ന, അല്ലെങ്കിൽ ഈ ഇൻസ്റ്റാഗ്രാമിൽ 2 മില്യൺ ഉണ്ട്, 3 മില്യൺ ഉണ്ട് എന്ന് അവകാശപ്പെടുന്ന ചില ടീമുകൾ വന്നിട്ട് പറയുന്നത്. അതായത് നിങ്ങൾക്ക് ഈ വീട് കിട്ടും, നിങ്ങൾക്ക് ഇത് കിട്ടും, ഇയാൾ ഒരു പേഷ്യൻ്റ് ആയിരുന്നു, ഇയാൾ ക്യാൻസർ പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ ഇയാൾ ഇന്ന പേഷ്യൻ്റ് ആണ്. ഞാൻ പറയുന്ന കേൾക്കണം നിങ്ങൾ, ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ഒരു സർട്ടിഫിക്കറ്റ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വലിയ പണിയൊന്നുമില്ല. അതായത് ആർക്ക് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സംഭവം തന്നെയാണ്. ഞാൻ ആരെയും വെല്ലുവിളിക്കലൊന്നുമല്ല, ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് മിനിഞ്ഞാന്ന് ആ ഒരു വ്ളോഗർ കാണിച്ച പശുവിന് വെള്ളം കൊടുക്കുന്ന പരിപാടി. അടിയിലൊട്ടിച്ചത് അവനെ കാണാതുകൊണ്ടാണ്, ഇല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവൻ ആദ്യത്തെ കൈ ഇടുന്നത് നിങ്ങൾ കാണുന്നുണ്ടാ? ആ കൈ ഇങ്ങനെ വലിച്ചിട്ട് പിന്നെ ആ കൈ ഇങ്ങനെ മറക്കിക്കൊണ്ട് അടുത്തേനിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അതെന്തിനാണ്? അവരുടെ ആൾക്കാർ, അവരുടെ ആള് തന്നെ അവിടെ ഉണ്ട്, അവരുടെ പേരെഴുതിയത് അവിടെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ആ ഒട്ടിച്ചു വെച്ച സാധനം കൃത്യമായിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം അതായത് അവരൊക്കെ കൊടുത്തിട്ടുണ്ടാകും. അങ്ങനെ അവൻ തപ്പുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇതൊന്നും അറിയാത്ത പുറത്തു നിന്ന് ഏതോ ഒരു അപ്പാവി എടുത്ത് വിട്ടൊരു വീഡിയോ, അതാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതും ഇതിൻ്റെ തട്ടിപ്പുകാരെ ഇപ്പോഴും പുറത്തു കൊണ്ടുവന്നിരിക്കുന്നതും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇതുപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളിത് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മലയാളികളായ കുറേ വ്ളോഗർമാരായാലും ഇൻഫ്ലുവൻസർമാർ എന്നറിയപ്പെടുന്ന കുറേ ടീമുകൾ നിങ്ങൾ വിചാരിക്കുന്ന പോലെ നിങ്ങളെ നന്നാക്കാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അവരൊക്കെ ചെയ്യുന്നത് നിങ്ങളെ എങ്ങനെ കുഴി ചാടിക്കാം, നിങ്ങളുടെ പൈസ എങ്ങനെ എൻ്റെ പോക്കറ്റിൽ എത്തിക്കാം, അതുപോലെ നിങ്ങൾക്ക് എങ്ങനെ ക്രീമൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ കിഡ്നി അടിച്ചു പോയിട്ട് എങ്ങനെ നിങ്ങളെ ഹോസ്പിറ്റലിൽ എത്തിക്കാം എന്നുള്ള പരിപാടിയിലാണ് അവരിപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയുള്ള എല്ലാവന്മാരും കണക്കാന്ന്. ഞാൻ യുവമാർ ഏതെങ്കിലും ഒരുത്തം നല്ലതുണ്ടാവും എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ആ ആദിവാസീൻ്റെ ആ ഓയിലില്ലേ, എന്തോരു ഓയിലും കൊണ്ട് വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഇവന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ പൈസ കിട്ടിക്കഴിഞ്ഞാൽ എന്തും ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചോ, നമ്മളൊക്കെ ഇവിടെ ഉള്ളത് കൊണ്ടും ഇങ്ങനെ പറയുന്നത് കൊണ്ടും മാത്രമാണ് കുറേ ആൾക്കാരൊക്കെ രക്ഷപ്പെടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇതിലൊക്കെ ഒരു തട്ടിപ്പുണ്ട്, ഇതൊന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ തന്നെ ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ അകത്ത് കമൻ്റ് ഇടാൻ ഇറക്കും. നല്ല കമൻറ്റുകൾ, പോസിറ്റീവായ കമൻറ്റുകൾ. ഈ കമൻറ്റ് കണ്ടാൽ നമ്മളെന്താ വിചാരിക്കുക, അയ്യോ നല്ല സാധനമാണല്ലോ, ഇത്രയും ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇത്രയും ആൾക്കാർ റിവ്യൂ ചെയ്തിട്ടുണ്ട്. എത്ര സ്റ്റാർ ഉണ്ടേ? 4 സ്റ്റാർ ഉണ്ട് കേട്ടോ. ഈ 4 സ്റ്റാർ കിട്ടാൻ വേറെ വലിയ പണിയൊന്നുമില്ല. കുറേ ആൾക്കാർ കരുതിയിട്ട് അല്ല പോസിറ്റീവ് കമൻറ്റ് ഇട്ടാൽ മതി. അത് ഇടാൻ വേണ്ടിയിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇവിടെ ഉണ്ട്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ നല്ല കമൻറ്റ് ഇടാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. കുത്തിയിരുന്ന് കമൻറ്റ് ഇട്ടോളൂ അവർ. അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മളെ നാട്ടിലെ ജനങ്ങളെ പറ്റിക്കുന്നത്, നമ്മളെ നാട്ടിലുള്ളതും ഗൾഫിലുള്ളതുമായ ഒരുപാട് പേര് ഈ ചതിയിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാര്യം ചെയ്യണം. നാളെ ഒരുത്തം വന്നിട്ട് നിങ്ങൾക്ക് വീട് തരാം, കാറ് തരാം, അതുപോലെ തന്നെ ചില ഷോറൂമുകളിൽ 2 ബൈക്ക്, ഒരു കാറ്, ഒരു ബെൻസ്, ഇതൊക്കെയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന സമ്മാനം എന്നൊന്നും കരുതിയിട്ട് നിങ്ങൾ ആരും അവിടെ പോയിട്ട് സാധനം വാങ്ങിക്കണ്ട. കാരണം ഒരിക്കലും നിങ്ങൾക്ക് ഈ സാധനങ്ങളൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇനി അങ്ങനെ കിട്ടിയവർ, ഈ വീട് കിട്ടിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വെല്ലുവിളിക്ക്. നമുക്കൊരു കാര്യം, നമുക്ക് ഒരുമിച്ച് സംസാരിക്കാം. ഞാൻ ഈ വീഡിയോ ഇറക്കിയതിന് മാപ്പ് വരെ പറയുന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു ലൈക്ക് നിർബന്ധമായിട്ടും എനിക്ക് വേണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കമൻറ്റ്, അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടാണ്, നിങ്ങൾ നിർബന്ധമായിട്ടും ചെയ്യണം. നന്ദി, നമസ്കാരം.